അപ്പോൾ സിദ്ധുവിന് ഇന്ന് ദോശ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനെ വിട്ടിട്ടാണ് നരി അടുപ്പയിലിട്ടത്. എന്തായാലും രാവിലെ ഒരു യുദ്ധക്കളം പോലെയാണ് അടുക്കള. എല്ലാം വലിച്ചു വാരിയിട്ടേക്കുമായിരിക്കും. വെപ്രാളമാണ്. സിദ്ധുവിന് ഏറ്റവും താമസം കഴിക്കാനാണ്. എന്തായാലും എൻ്റെ വഴക്കൊക്കെ കേട്ട് പോയേക്കുവാണ് സ്കൂളിലേക്ക്. നമ്മുടെ കുറുമ്പ് ഇവിടുന്ന് കളിയാണ്. അടുപ്പ് കത്തിക്കാൻ അയ്യത്തൂന്ന് ചുള്ളിയൊക്കെ പെറുക്കിക്കൊണ്ട് വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കുറുമ്പിയാണെങ്കിൽ അതുകൊണ്ടാണ് കളി. അങ്ങനെ ആ കളിയുടെ സമയത്ത് ഞാൻ എന്ന് വെച്ചാൽ കുറച്ച് ജോലി ഒതുക്കാമെന്ന് കരുതി. പാത്രമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം പാത്രമൊക്കെ കഴുകി, പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചു. ഒന്ന് ഒരുവിധം ഒതുക്കിയിട്ടിരുന്നാൽ പിന്നെ കുറച്ച് നേരം റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ സിദ്ധുവിനെ വിട്ടിട്ടുള്ള ജോലിയെല്ലാം ഞാൻ തീർക്കും. ഈ പെണ്ണാണെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്കൊന്നും കിടന്ന് ഉറങ്ങത്തില്ല. അപ്പോൾ ഒരു ജോലിയും പിന്നെ നടക്കത്തില്ല. റീൽസ് ആയാലും ഒന്നും നടക്കത്തില്ല. പക്ഷെ എല്ലാം എൻ്റെ ആഗ്രഹം മാത്രമാണ്. എല്ലാം ജോലി ഒതുക്കിയാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ നടക്കത്തില്ല. തൂപ്പും തുടപ്പും അതുമാത്രം നടക്കും. അത് സൈഡിൽ അവൾ അടുക്കളയിലെ സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട സമയത്തായിരിക്കും ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. ഞാൻ നൈറ്റ് കഴുകി വെക്കും. എന്നിട്ട് വെയിലിന് മുന്നേ കൊണ്ട് വിരിക്കും. കാരണം അതുപോലത്തെ വെയിലല്ലേ ഇപ്പോൾ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചു. അങ്ങനെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അമ്മ കൂട്ടാനൊക്കെ വെച്ചിരുന്നു, കറിയൊക്കെ വെച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ചോറൊക്കെ ഉണ്ടിട്ട് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശിവ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവളുടെ കൂടെ കിടന്നിട്ട് ഞാൻ പിന്നെ അപ്പോഴത്തേനും സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്. 3:30 ആകുമ്പോൾ സിദ്ധു ഇങ്ങ് വരും. അപ്പോൾ ആ സമയമായപ്പം ഭയങ്കര മഴയും. പിന്നെ എന്നാൽ വിചാരിച്ച് ഏത്തയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏത്തയ്ക്ക പുഴുങ്ങി ചായ ഇട്ടിട്ടാണ് അവനെ വിളിക്കാൻ പോയത്. അപ്പം നല്ല മഴയും ഉണ്ടായിരുന്നു. ഏത്തയ്ക്ക വേണ്ടാത്ത കക്ഷി ഇപ്പം എൻ്റെ കൂടെ നിന്നിട്ട് ഏത്തയ്ക്ക പുഴുങ്ങി ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഒന്ന് നിൽക്കുവാവേ, പെട്ടെന്ന് ഇത് വേവണ്ടേ, ഇപ്പം റെഡിയാവും, ഇപ്പം നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ്. പുള്ളി അവിടെ ഭയങ്കര വയലൻ്റാണ്. അപ്പം പിന്നെ ഏത്തയ്ക്ക അടുപ്പിൽ വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പിന്നെ ചായക്ക് വെച്ചു. ചായയും കൂടെ വെച്ചിട്ട് വരുമ്പോൾ പിന്നെ സിദ്ധുവിനെ കുളിപ്പിച്ച് കാപ്പിയും കൊടുത്ത് ട്യൂഷനുണ്ട് 4:30. അപ്പോൾ ഈ ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ. അങ്ങനെ ഇഞ്ചി ഇട്ടിട്ടാണ് ചായ ഇടുന്നത്. അത് ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോസിനതും പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചി മസ്റ്റാണ്. അങ്ങനെ ഇഞ്ചി ചായയൊക്കെ ഇട്ട് ഇത് തിളച്ചിട്ട് ഓഫ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചപ്പം നമ്മൾ ഇതേന്ന് പറഞ്ഞ് നിൽക്കുമ്പം തിളച്ച് വരില്ലല്ലോ. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ വരുന്നില്ല. ഞാൻ വെച്ചെന്നാൽ തിളച്ച് ഓഫാക്കിയിട്ട് പോകാമല്ലോ എന്ന് വെച്ചപ്പം തിളച്ചില്ല. പിന്നെ ഞാൻ കുറച്ചിട്ടിട്ട് അമ്മ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ പോയിട്ട് സിദ്ധുവിനെ മേലൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ ചായയും എത്തിക്കാൻ പിടിക്കുന്നത് റെഡി. അങ്ങനെ അത് കഴിച്ചു. പിന്നുള്ള ജോലി എന്നുള്ളത് കുളിയാണ്. ഏറ്റവും മടിയുള്ളത് കുളിക്കുന്ന കാര്യമാണ്. എന്തായാലും കുളിച്ചല്ലേ പറ്റും. അങ്ങനെ കുളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.